ഒരു ബിൽഡിംഗ് ഇല്ല, ബെല്ലില്ല, ക്ലോസിംഗ് ടൈം പോലും ഇല്ല. ഫോറക്സ് ഒരു സംഭവം തന്നെ അല്ലേ? എല്ലാവർക്കും ഫോറക്സ് ലേണിംഗ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോറക്സ് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒന്നല്ല. ഇതിനൊരു സെൻട്രൽ എക്സ്ചേഞ്ച് ഒന്നുമില്ല. ഫോറക്സിൽ ട്രേഡ്സ് നടക്കുന്നത് ഇന്റർബാങ്ക് എന്ന് പറയുന്ന സംഭവത്തിലാണ്. മനസ്സിലായില്ല അല്ലെ? ഇന്റർബാങ്ക് എന്ന് പറഞ്ഞാല് ഈ ബാങ്ക്സ്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ട്രേഡേഴ്സ്, ഇവരെല്ലാം ഇലക്ട്രോണിക്കലി കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതും 24 hours ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ഫോറക്സ് ഒരു OTC മാർക്കറ്റ് ആവുന്നത്, ഓവർ ദ കൗണ്ടർ. ഒന്നുമില്ല, ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഗ്ലോബൽ ആയതുകൊണ്ട് തന്നെ ഫോറക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാജാവുണ്ട് ഫോറക്സിൽ. ആ രാജാവിന്റെ പേരെന്താന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഈ രാജാവിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോറക്സ് ട്രേഡ്സ് നടക്കുന്നത്. ഗ്ലോബൽ ഫൈനാൻസിന്റെ സെന്ററിൽ ഇരിക്കുന്നത് ഇയാളാണ്. ഇത്രയും മാസീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളതും ഇവനാണ്. ഇനി ലിക്വിഡിറ്റി എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ എത്ര വലിയ എമൗണ്ട് കൊണ്ട് വന്നാലും അവിടെ വാങ്ങാനും വിൽക്കാനും ആളുണ്ടാവും. ഇത്രയും വലിയൊരു മാർക്കറ്റ്, ഹൈ ലിക്വിഡിറ്റി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് മറക്കാതെ ഫോളോ ചെയ്തോ.